തന്നെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ വർഷ വിജയൻ ചേരുകയാണ്. വർഷ, കൂടുതൽ ആളുകളും ഈ ദൂരെ നിന്നൊക്കെ എത്തുന്നവർ ട്രെയിനിലായിരിക്കും എത്തുന്നത്. അപ്പോൾ വലിയ തിരക്കാണോ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തും ഇപ്പോൾ ഉള്ളത്? തീർച്ചയായും വസുധ, നേരത്തെയൊക്കെ ലിഡിയ ജേക്കബ് ഒക്കെ പറഞ്ഞതുപോലെ തന്നെ തിരുവനന്തപുരം നഗരം അത് അങ്ങ് തിരക്കിലോട്ട് അങ്ങ് ഒഴുകുകയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. ഇവിടെ വലിയ തിരക്കാണ്. ഈ ആറ്റുകാൽ പൊങ്കാല മഹോത്സവം ആഘോഷമാക്കാൻ പല ഭാഗങ്ങളിൽ നിന്നുമൊക്കെയുള്ള ആളുകളാണ് എത്തുന്നത്. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലെ ഇപ്പോൾ തന്നെ അടുപ്പുകളൊക്കെ കൂട്ടി അമ്മമാരൊക്കെ അടുപ്പിന് സമീപമൊക്കെ ഇങ്ങനെ കാത്ത് തിരിക്കുന്നുണ്ട്. അങ്ങനെ അനവധി ആളുകളുണ്ട്. ആറ്റുകാൽ അമ്മയെ കണ്ട് തൊഴുത് ആറ്റുകാൽ അമ്മയ്ക്ക് പൊങ്കാല അർപ്പിച്ച് മനസ്സ് നിറച്ച് പ്രാർത്ഥിച്ച് തിരിച്ചു പോകുക എന്നുള്ളതാണ് ഓരോ ഭക്തജനങ്ങളുടെയും ലക്ഷ്യം. അപ്പോൾ ഈ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലെ ഈ തിരക്ക്, അതുപോലെ തന്നെ തമ്പാനൂർ ഭാഗത്തെയൊക്കെ ആ തിരക്ക് നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഓരോ ഈ ദൃശ്യങ്ങളിൽ കാണാം, ഓരോ അമ്മമാരും ഇങ്ങനെ കാത്തിരിക്കുകയാണ് പൊങ്കാല അർപ്പിക്കാൻ. എല്ലാവരും ഈ രാത്രിയാണ്, അതുകൊണ്ട് തന്നെ വിശ്രമിക്കുകയാണ്. നമുക്ക് അമ്മമാരോടൊക്കെ തന്നെ കാര്യങ്ങളൊക്കെ ചോദിച്ച് ഇങ്ങനെ മനസ്സിലാക്കാം. അമ്മ എവിടുന്നാ വരുന്നേ? എവിടുന്നാ? മാടമണ സ്ഥലത്ത്, പത്തനംതിട്ട. ഓക്കെ, എന്നും വരാറുണ്ടോ? സ്ഥിരമായി വരാറുണ്ടോ പൊങ്കാലയ്ക്ക്? ഇപ്പൊ 2ാം വർഷം വരുന്നത്. ഇപ്പൊ എന്താ എല്ലാം റെഡി അല്ലേ? എല്ലാം ഒരുക്കം എല്ലാം സെറ്റ് അല്ലേ? ഓക്കെ. അപ്പൊ അമ്മമാരൊക്കെ ഇങ്ങനെ ഈ രാത്രി ആവുകൊണ്ട് തന്നെ വിശ്രമിക്കുകയാണ്. ഇനി നാളെയോടുകൂടി പൊങ്കാല ആരംഭിക്കും. 9:15. ശരി വർഷ, എന്തായാലും നാളെയാണ് പൊങ്കാലയെങ്കിലും ഇന്നേ അടുപ്പുകളൊക്കെ കൂട്ടി അവിടെ തന്നെ കാത്തിരിക്കുകയാണ് സംസ്ഥാനത്തിന്റെ വിവിധ കോണുകളിൽ നിന്നെത്തിയ അമ്മമാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.